നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. വിടവാങ്ങിയത് സാധാരണ മനുഷ്യന്റെ ജീവിതം അർത്ഥവത്തായി മലയാളി മനസ്സിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ബഹുമുഖ പ്രതിഭ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. രാവിലെ ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു. 1956 ഏപ്രിൽ 26 കണ്ണൂരിലെ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ, കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി. മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. സിനിമാ പഠനകാലത്ത് രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് 1984 ഓടരുത് അമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും നവ്യാനുഭവങ്ങൾ കൂടിയാണ് സ്വന്തമായത്. ഗുരുവായൂരപ്പന് പാൽപ്പായസം നിവേദിക്കാൻ പുതിയ സ്വർണ്ണക്കുടം സമർപ്പിച്ചു. 57.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കുടം സമർപ്പിച്ചത് പ്രശസ്ത വ്യവസായ ഗ്രൂപ്പാണ്. രാവിലെ പന്തീരടി പൂജ കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രം നട തുറന്ന സമയത്തായിരുന്നു സമർപ്പണം. ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലജുമോൾ എന്നിവർ സന്നിഹിതരായി. വഴിപാടുകാർക്ക് കളഭവും കദളിപ്പഴവും പഞ്ചസാരയും തിരുമുടിമാലയും അടങ്ങുന്ന പ്രസാദങ്ങൾ നൽകി. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷനായി. നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് വിന്നർ MM ആദിദേവ് സമ്മാനദാനം നടത്തി. NN ട്രസ്റ്റ് രക്ഷാധികാരി സജീവ് വെട്ടിയാട്ടിൽ, SN ട്രസ്റ്റ് ട്രഷറർ KU ദിവ്യപ്രകാശൻ, SN ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, SN ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത്, അക്കാദമിക് കൌൺസിൽ ചെയർമാൻ IR ബാലകൃഷ്ണൻ, PK മധുസൂദനൻ, UT ചിത്രാനന്ദൻ, CK പ്രഭാകരൻ, CV സുബ്രൻ, കുമാർദാസ്, KS ദീപക്, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ഉഷ എന്നിവർ സന്നിഹിതരായി. വിദ്യാലയത്തിന്റെ 25ാം വാർഷികം നടത്തി. കേരളം അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൽ മാടം വെക്കാനും മലയാളിയെ വിലക്കിയിരുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇരുണ്ട കാലം ഭൂതകാല കേരളത്തിലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഷൊർണൂരിൽ ട്രെയിൻ മാർഗം വന്നിറങ്ങി കരമാർഗം കേരളത്തിന്റെ ഹൃദയത്തോടുകൂടെ യാത്ര ചെയ്ത് കന്യാകുമാരിയിൽ ഇന്ന് വിവേകാനന്ദ പാറ എന്ന് വിളിക്കുന്ന അന്ന് പേരില്ലാതിരുന്ന പാറപ്പുറത്ത് കയറി 3 ദിവസത്തെ മൗനാധ്യായവും കഴിഞ്ഞ് വടക്കോട്ട് നോക്കി ഭ്രാന്താലയം എന്ന് അലറി വിളിച്ചത് ഈ കേരളത്തിൻ്റെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ മുഖത്തേക്ക് ഉള്ള ആളുകളുടെ പ്രതിഷേധമായിരുന്നു എന്ന് കേരളത്തിലെല്ലാം അറിയാം. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട കേരളം തൊട്ടുകൂടായ്മയും ചിന്തിക്കൂടായ്മയും ഐത്യവും അനാചാരവും മുടികരിച്ചിട്ടാടിയിരുന്ന കേരളം, മനുഷ്യനായി മലയാളിക്ക് ജീവിക്കാൻ അധികാരമില്ലാതിരുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിന്റെ ഒഴുക്കുമുള്ളത് കൊണ്ടല്ല.
ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും പൊയ്കയിലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും പറഞ്ഞാൽ തീരാത്ത വിധം മലയാളിയെ ഇളക്കി മറിച്ച നവോത്ഥാന പോരാട്ടങ്ങൾ, അതിനെ തുടർന്നുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ പട്ടയം കിട്ടുന്നതൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മന്ത്രി രാജനാണ്. വളരെ അഭിമാനം. നമ്പാന്തിക്കാട് ഒല്ലൂർ മണ്ഡലം ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൂ എന്ന് പറയുന്നത് നമ്മുടെ പുത്തൂര് വന്നു ചോള പാടിന്റെ. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു +2 സീനിയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ നമ്മൾ അതിനുള്ള ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. വീടുകളിൽ പുൽക്കൂടുകൾക്കൊപ്പം സ്ഥാനം പിടിക്കുന്ന ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ സജീവമായി കഴിഞ്ഞു. പുതുമയും വൈവിധ്യവും നിറഞ്ഞ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകളാണ് ഇത്തവണത്തെ താരങ്ങൾ. 1605 പശ്ചിമ ജർമ്മനിയിലാണ് ആദ്യമായി ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ പാശ്ചാത്യ മിഷണറിമാരാണ് ഇന്ത്യയിൽ ക്രിസ്മസ് ട്രീകൾ പരിചയപ്പെടുത്തുന്നത്. പുതിയ സാങ്കേതിക സംവിധാനങ്ങളോടെയുള്ള വൈദ്യുത ദീപാലങ്കാരവും അലങ്കാര സാമഗ്രികളുടെ സമൃദ്ധിയും പുതിയ കാലത്തെ ക്രിസ്മസ് ട്രീകളെ വ്യത്യസ്തമാക്കുന്നു. വീടിന്റെ സ്ഥലവിസ്തൃതിക്കും ഡിസൈനിങ്ങിനും അനുയോജ്യമായ വിധത്തിൽ ക്രിസ്മസ് ട്രീകൾ തിരഞ്ഞെടുക്കാം. ടേബിൾ ടോപ്പ് ട്രീ മുതൽ 6 അടിക്ക് മുകളിൽ വലിപ്പമുള്ളവ വരെയുണ്ട് വിപണിയിൽ. ഉപയോഗശേഷം അഴിച്ചു സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടുവരാതെ ഉപയോഗിക്കാം എന്നതും റെഡിമെയ്ഡ് ട്രീകളുടെ സവിശേഷതയാണ്. ഏകദേശം സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഒരു 80 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. 80 രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് 5000-6000 വരെ ട്രീകൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. പിന്നെ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഈ പ്രാവശ്യത്തെ 19,000 വരെ ട്രീകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്, പിന്നെ നോർമലായിട്ടുള്ള ഐറ്റംസ് വേറെ വരുന്നുണ്ട്. ലൈറ്റ് ടൈപ്പുകളാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഏറ്റവും ട്രെൻഡായി നിൽക്കുന്ന ഐറ്റംസ്. അതുകൂടാണ്ട് അതിൽ തന്നെ ഈ വൈറ്റ് ട്രീ, ഇങ്ങനത്തെ വൈറ്റ് ടൈപ്പ് ട്രീകളൊക്കെ വരുന്നുണ്ട്. അതിനും ലൈറ്റ് ടൈപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലും ചിലവ് വരുന്നത് ഇങ്ങനത്തെ ആ ഗ്രീൻ ടൈപ്പിൽ ഒരു കുറച്ച് ഗ്ലേസിംഗ് ലൈറ്റ് ടൈപ്പിൽ ഈ പ്രാവശ്യം പുതിയത് വന്നിട്ടുള്ളതാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ്. സിൽവർ സ്നോഫാൾ, റോയൽ ഗോൾഡ്, ഗ്രീൻ ഒപ്റ്റിക് ആൻഡ് LED ട്രീ, ലക്ഷറി സ്നോ ട്രീ, നോർമൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്പ്രൗസ്, എവർഗ്രീൻ ട്രീ എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീകളുടെ വൈവിധ്യം. 2 അടി മുതൽ 6 അടി വരെയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട്. 100 രൂപ മുതൽ 25,000 വരെയാണ് വില. പ്ലാസ്റ്റിക്, ഫൈബർ എന്നിവയിൽ തീർത്ത ചൈനീസ് ക്രിസ്മസ് ട്രീകളാണ് വിപണി കീഴടക്കുന്നത്. ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ക്രിസ്മസ് ട്രീ. ലിവിംഗ് ഏരിയയിലോ പുൽക്കൂടിനൊപ്പമോ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കാം. ചെറിയ നക്ഷത്രങ്ങൾ, ബലൂണുകൾ, ബൾബുകൾ, തോരണങ്ങൾ, റിബണുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം. വീടിനകം ക്രിസ്മസ് വൈബാക്കാൻ ക്രിസ്മസ് ട്രീയേക്കാൾ മികച്ചത് മറ്റൊന്നില്ല. ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ക്രിസ്മസ് ട്രീകൾ. പല വലുപ്പത്തിലും നിറത്തിലുമുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ സജീവമായി കഴിഞ്ഞു. വീടിന്റെ ഏതു കോണിലും അലങ്കരിച്ചു വെക്കാമെന്നതാണ് ഇത്തരം ക്രിസ്മസ് ട്രീകളുടെ സവിശേഷത. ഏതായാലും ക്രിസ്മസ് ദിനങ്ങളോട് അടുക്കുമ്പോൾ വിപണിയിൽ കൂടുതൽ ഉണർവ് പ്രകടമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂർ നായരങ്ങാടി കണ്ണമ്പള്ളി കൃഷ്ണന്റെ ഭാര്യ ദേവകി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9:30 കുരിയച്ചിറ ശാന്തി തീരം ശ്മശാനത്തിൽ. ബാബു, ഉണ്ണി, അജിത, രജനി, വിനേഷ്, ഷൈനി എന്നിവർ മക്കളും. സിന്ധു, ഷിനി, മണികണ്ഠൻ, രമ്യ, ബാബു, പരേതനായ മനോജ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് അശോക റോഡിൽ പുല്ലോക്കാരൻ ജോൺസൺ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ക്ലിറ്റി, ക്ലിൻഡോ മകനും സ്മരിയ മരുമകളുമാണ്. പുലക്കാട്ടുകര ഓമ്പുള്ളി ഗോപാലൻ 65 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്.
ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,270 രൂപയും പവന് 98,160 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.